ഇന്ന് രാവിലെ ഞാൻ ഞെട്ടി ഉണർന്നത് എന്തുകൊണ്ടാണ്? ഏവർക്കും സ്വാഗതം. വല്ലപ്പോഴുമൊക്കെ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളോട് പങ്കിടുന്നതിൽ അപാകതയില്ല എന്ന ഒരു ധാരണ എനിക്കുണ്ട്. അത് തെറ്റിദ്ധാരണയാണോ എന്നെനിക്ക് അറിയില്ല. നിങ്ങളാണ് അത് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇന്ന് രാവിലെ ഞെട്ടി ഉണരുവാൻ എന്നെ ഉണർത്തുവാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, ഒരു ചിന്താശകലമാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, സൂക്ഷ്മമായി പറഞ്ഞാൽ ഒരു ചോദ്യമാണ്. ചോദ്യം അല്പം വിചിത്രമാണ് എന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിയാലും നിങ്ങൾ ഇതല്പം ഒന്ന് സഹിഷ്ണുതയോടെ ശ്രവിച്ചാൽ അത് ഒട്ടും വിചിത്രമല്ല. അത് സർവ്വസാധാരണമാകേണ്ട ചോദ്യമാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായിരുന്നു ആ ചോദ്യം? ആ ചോദ്യം ഇങ്ങനെയാണ്: നീ ഒരു പറയനാണോ? ഈ പറയൻ എന്ന വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാധാരണ അതിൻ്റെ പ്രയോഗത്തിലെ അർത്ഥത്തിലല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു വിധത്തിലുള്ള താഴേക്കിടയിലുള്ള ചേരിതിരിവുകളെ മാനിക്കുന്ന, അംഗീകരിക്കുന്ന വ്യക്തിയല്ല ഞാൻ എന്നത് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണും. അപ്പോൾ വർഗീയമായിട്ടോ വിവേചനപരമായിട്ടോ ചുവയുള്ള ഒരു ആശയവും എനിക്ക് സ്വീകാര്യമല്ല. ഞാൻ എന്നെപ്പറ്റിയാണ് പറയുന്നത്. ഈ ചോദ്യം എന്നെപ്പറ്റിയാണ് എൻ്റെ മനസ്സിൽ ഏതാണ്ട് ഒരു വെടിക്കെട്ട് പൊട്ടുന്നത് പോലെ പൊട്ടിയത്. നീ ഒരു പറയനാണോ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ അർത്ഥം പകൽ പോലെ വ്യക്തമാകും എന്നത് എനിക്ക് നിശ്ചയമാണ്. ഈ ചോദ്യം മനസ്സിലാകണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അവിടെ യേശു എന്താണ് പറയുന്നത്? ആരും വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ വയ്ക്കുന്നില്ല, അത് തണ്ടിന്മേൽ അത്രേ വയ്ക്കേണ്ടത്. അപ്പോൾ പറയിൻ കീഴെ, വിളക്ക് കത്തിച്ച് പറയിൻ കീഴെ വെച്ചാൽ പിന്നെ കാണുന്നത് പറ മാത്രമാണ്, വിളക്കല്ല. വിളക്ക് കാണാതെ പറ മാത്രം ആയിത്തീരുന്നൊരവസ്ഥയുണ്ട്. വാസ്തവത്തിൽ വിളക്കാണ്, പക്ഷേ മറ്റുള്ളവർ നോക്കുമ്പോൾ, കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ വിളക്കല്ല, പറയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പറയാകുമ്പോൾ നമ്മളൊരു സഭയെ ഒന്ന് വിഭാവന ചെയ്താൽ, ഒരു സഭയിൽ 500 അംഗങ്ങളുണ്ട് എന്ന് സങ്കല്പിക്കാം. ഈ 500 അംഗങ്ങളും 500 പറകളാണ്. എന്താണ്? ഉള്ളിലുള്ള വെളിച്ചം പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവരുടെ ആത്മീയ വ്യക്തിത്വമെങ്കിൽ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ വിശ്വാസികളല്ല, അവർ പറയന്മാരാണ്. അതായത് അവരുടെ ഉള്ളിലെ വിളക്ക് പറ കൊണ്ട് മൂടിയിരിക്കുന്നു. അവരുടെ വ്യക്തിത്വം വിളക്കിൻ്റെ വ്യക്തിത്വമല്ല, അവരുടെ വ്യക്തിത്വം പറയുടെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് ന്യായമായും നമുക്ക് അവരെ വിളിക്കാവുന്നത് പറയന്മാർ എന്ന് തന്നെയാണ്. ഈ പ്രത്യേകമായ അർത്ഥത്തിൽ, പൊതുവിൽ നിലവിലിരിക്കുന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നത് അനാവശ്യമായ വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ എന്നെപ്പറ്റിയാണ് പറയുന്നത്. ഞാൻ ആത്മീയമായ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികളെ അടക്കമാണ് പറയുന്നത്. യേശുവിൻ്റെ പ്രസ്താവനയെ മാത്രം ആശ്രയിച്ചാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു
വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ഒരു സഭ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ദീപാവളിയായിരിക്കും. അതായത് വെളിച്ചങ്ങളുടെ ഒരു കൂട്ടായ്മയായിരിക്കും, ഒരു കൂടിവരവായിരിക്കും. അല്ലെങ്കിൽ അത് പറയന്മാരുടെ ഒരു കൂട്ടമായിരിക്കും. ഒന്നുകിൽ വെളിച്ചങ്ങളുടെ കൂട്ടായ്മയായിരിക്കും, അല്ലെങ്കിൽ പറയന്മാരുടെ കൂട്ടായ്മയായിരിക്കും. അപ്പോൾ ഈ പറ എന്നത് മനുഷ്യ വ്യക്തിത്വത്തെ പരാമർശിക്കുന്ന, സൂചിപ്പിക്കുന്ന ഒരു ബിംബമായി, ഒരു പ്രതീകമായി യേശു അവതരിപ്പിക്കുന്നതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത്ര മനോഹരമായ കാവ്യാത്മകമായ പ്രസ്താവനകൾ, അത് വേണ്ടതുപോലെയുള്ള ശ്രദ്ധ ഇന്ന് വരെയും അതിന് ലഭിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ആത്മീയമായ വെളിച്ചം വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ അനേകം ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു ഒരു വ്യക്തിയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചത്തെ കേന്ദ്രീകരിച്ചാണ്. നിൻ്റെ ഉള്ളിൽ എന്താണ്? ലോകം വ്യക്തികളെ കാണുന്നത് ബാഹ്യമായി നോക്കുമ്പോൾ അവനോ അവളോ എന്താണ് എന്ന് തോന്നുന്നു എന്നതനുസരിച്ചാണ്. രണ്ട് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഒന്ന്, നീ യഥാർത്ഥത്തിൽ നിൻ്റെ ഉള്ളിൽ എന്താണ്? 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് പോലെ, ഉള്ളിലെ സത്യമല്ലോ നീ ഇച്ഛിക്കരുത്. മനുഷ്യൻ്റെ ഉള്ളിലെ അവസ്ഥ ശ്രദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്ന വേദപുസ്തകത്തോട് വിദൂര പരിചയമുള്ള ആർക്കും സംശയമുണ്ടാകുവാൻ ഒരു ന്യായവുമില്ല. എന്നാൽ ലോകത്തിൽ മനുഷ്യൻ്റെ സമീപനത്തിൽ വ്യക്തികളുടെ ഉള്ളിലെ അവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് ബാഹ്യമായ പ്രതീതികളെ മാത്രം ആശ്രയിച്ചാണ് വ്യക്തികളെ മനസ്സിലാക്കുന്നതും വിലമതിക്കുന്നതും അവരുമായി നാം ബന്ധം പുലർത്തുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷവാത രോഗിയെ യേശു സൗഖ്യമാക്കുന്ന സാഹചര്യത്തിൽ ആ വ്യക്തിയോട് യേശു പറയുന്നു, മകനെ, നിൻ്റെ പാപം ക്ഷമിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് മനസ്സിൽ പിറുപിറുത്ത പരീശന്മാരുടെ ഉള്ളിലെ അവസ്ഥ യേശു അവർ വെളിപ്പെടുത്താതിരുന്നിട്ടും തിരിച്ചറിഞ്ഞതിൻ്റെ കാര്യം യേശു വെളിച്ചമായിട്ടാണ്. വെളിച്ചമുള്ളവന്, വെളിച്ചമായവന് ബാഹ്യമായ കാര്യങ്ങളെ അല്ല, ആന്തരികമായ കാര്യങ്ങളെ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പല വ്യക്തികളെയും അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. വളരെ നടിച്ചൊക്കെ വരുന്ന ആളുകളെ ഒറ്റ നോട്ടത്തിൽ ഉള്ളെന്താണ് എന്ന് കാണുവാനുള്ള എല്ലാ സമയത്തും എല്ലാ വ്യക്തികളിലുമല്ല, ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ എനിക്ക് ഇടയാകുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരു തെളിവ്, നാം വ്യക്തികളോടും സാഹചര്യങ്ങളോടും ലോകവ്യവസ്ഥിതിയോട് പോലും തന്നെ ബന്ധപ്പെടുന്നത്, പ്രതികരിക്കുന്നത്, അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ബാഹ്യമായ പ്രതീതികളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, ആന്തരികമായ അവസ്ഥയുടെ നിജസ്ഥിതി കൂടെ മനസ്സിലാക്കിയിട്ടാണ്. ഇവിടെ യേശു പറയുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം പ്രദാനം ചെയ്യാൻ സാധ്യതയുള്ള ഒരവസ്ഥ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വെളിച്ചം അത് തന്നെ പ്രകടിപ്പിക്കുവാൻ വയ്യാത്ത വിധത്തിലാണ് നീ നിൻ്റെ വ്യക്തിത്വത്തെ രൂപീകരിച്ച് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ വ്യക്തിത്വം ബാഹ്യതയുടെ മാത്രം വ്യക്തിത്വമാണ്. അതുകൊണ്ട് രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മാഹാത്മ്യം നിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും കൂടെ നിനക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാതെ വരുന്നു. നീ നിന്നോടുള്ള ബന്ധത്തിൽ പരാജയപ്പെടുന്നു.
നീ നിന്നോട് നീതി പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. മറ്റുള്ളവർ നിന്നെ അനുഭവിക്കുമ്പോൾ, അറിയുമ്പോൾ നീ ഒരു വെറും പറയാനാണ് എന്ന ധാരണ മാത്രം സൃഷ്ടിക്കുവാൻ ഇടയാകുന്ന വിധത്തിലാണ് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മറ്റൊരു സാധ്യതയുണ്ട്. നിൻ്റെ ഉള്ളിലുള്ള വെളിച്ചമാണ് നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും നിർണായകരമായ ഘടകമെന്ന അവസ്ഥയിലേക്ക് നീ രൂപാന്തരപ്പെടുമ്പോൾ നിനക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. ആ നിമിഷം മുതൽ നീ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് അവരുടെ ബാഹ്യമായ പ്രതീതികൾ കൊണ്ടല്ല, ഔട്ട്വേർഡ് അപ്പിയറൻസ് കൊണ്ടല്ല, അവരുടെ ആന്തരികമായ സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ യേശു ചുങ്കം പിരിക്കുന്ന സ്ഥലത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അവിടെ മത്തായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ചുങ്കം പിരിച്ചുകൊണ്ട് ഇരുന്നു. ആ വ്യക്തിയുടെ അടുത്തുകൂടെ കടന്നുപോയ യേശു പെട്ടെന്ന് അവൻ്റെ ഉള്ളിലുള്ള വെളിച്ചം തിരിച്ചറിയുകയാണ്. എത്രയോ പേര് മത്തായിരിക്കുന്ന ആ വിൻഡോയിലെ സമീപത്തോടെ കടന്നുപോയി. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ മത്തായുമായിട്ട് ബന്ധം പുലർത്തി, മത്തായുമായിട്ട് ഇടപഴകി, ബിസിനസ് തലത്തിലും അല്ലാത്ത വിധത്തിലും. എന്തുകൊണ്ടാണ് യേശു മാത്രം അതിലേ പോയപ്പോൾ അവൻ അങ്ങനെ അവിടെ ഇരിക്കേണ്ടവനല്ല? അവൻ്റെ ഉള്ളിൽ അതിനൊക്കെ അപ്പുറത്തുള്ള വലിയ സാധ്യതയുണ്ട് തിരിച്ചറിയുവാനിടയായത്. അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചമാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നതിൻ്റെ ഒരു തെളിവ് ഇതാണ്. മനുഷ്യരുടെ ഉള്ളിലെ വെളിച്ചം തിരിച്ചറിയാൻ കഴിയുന്നവനാണ് ലോകത്തിൻ്റെ വെളിച്ചം. മനുഷ്യൻ്റെ തൊക്കും തൊലിയും മാത്രം കണ്ടാൽ മനസ്സിലാകുന്നവൻ ലോകത്തിൻ്റെ ഇരുട്ടാണ്. ഇത് നാം മനസ്സിലാക്കുക. അല്ലെങ്കിൽ കൂടിപ്പോയാൽ അവൻ ലോകത്തിലെ പറയാനാണ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രവർത്തന മർമ്മമാകുമ്പോൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആകുമ്പോൾ, അല്ലെങ്കിൽ ആനിമേറ്റിംഗ് സ്പിരിറ്റ് ആകുമ്പോൾ, നമ്മുടെ ചാലക ശക്തിയാകുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ചാലക ശക്തിയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സഹജീവികളോടും സാഹചര്യങ്ങളോടും ലോകത്തോടുമുള്ള നമ്മുടെ ബന്ധത്തിൽ വിപ്ലവാത്മകമായ വ്യത്യാസം വരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ശീതകാല തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മഞ്ഞ് സാധാരണ ഉണ്ടാകും. വിൻ്റർ കാലങ്ങളിൽ. വിൻ്റർ കഴിഞ്ഞാൽ ഗ്രീഷ്മകാലമാകുമ്പോൾ, സ്പ്രിങ് ആകുമ്പോൾ ഈ മഞ്ഞ് ഉരുകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ മഞ്ഞ് ഉരുകുമ്പോഴാണ് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പുല്ല്, ചെടികളൊക്കെ മുളച്ചു വരുന്നത്. പ്രകൃതിയിലൊരു പുതിയ ജീവൻ ഉണരുന്നത്. എന്താണ്? ഈ കോച്ചി വിറച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഘനീഭവിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ചലനാത്മകതയിലേക്ക് പ്രകൃതി പ്രവേശിക്കുന്നുവെന്നാണ് എൻ്റെ അർത്ഥം. വെളിച്ചത്തെ നാം അറിയുന്നത് ചലനാത്മകതയുടെ പ്രതീകമായിട്ടാണ്. നാം ശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ളത് വെളിച്ചം ബാഹ്യലോകത്തിലേക്കുള്ള ഒരു അനുസ്യൂതമായ പ്രവാഹമാണ്. വെളിച്ചം ഒരു പ്രവാഹമാണ്. ലൈറ്റ് ഈസ് എ കണ്ടിന്യൂവസ് ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് എനർജി എന്നാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഞാൻ കോളേജിൽ വന്നപ്പോൾ സാഹിത്യമാണ് പഠിച്ചതെങ്കിലും സ്കൂളിൽ പഠിച്ച സയൻസ് മറന്നിട്ടില്ല. സോ ലൈറ്റ് ഈസ് ആൻ ഔട്ട്വേർഡ് ഫ്ലോ ഓഫ് എനർജി. എന്നാൽ ആ ലൈറ്റിന് പകരം അവിടെ 1 കിലോ ഇരുമ്പ് വെച്ചാലോ അല്ലെങ്കിൽ ഒരു കഷ്ണം കല്ല് വെച്ചാലോ അത് അവിടെ അങ്ങനെയായിരിക്കും. അതിൽ നിന്ന് വെളിയിലേക്ക് ഒഴുകുന്ന ബഹിർഗമിക്കുന്ന ഒന്നുമില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടോ, നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ടോ എന്നുള്ളതിന് തെളിവെന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മ ബാഹ്യലോകത്തിലേക്ക് പ്രവഹിക്കും. അതെന്ത് നന്മയാണ്? നാം പലപ്പോഴും നന്മയെ മനസ്സിലാക്കിയിരിക്കുന്നത് ആർക്കെങ്കിലും വല്ലതൊക്കെ കൊടുത്തു. കാരണം നമ്മുടെ വ്യക്തിത്വവും സംസ്കാരവും ചിന്താഗതിയും നാം അറിയുന്ന സുഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം മാമോൻ്റേതാണ് എന്നതുകൊണ്ടാണ്.
നമുക്കറിയാവുന്ന ഏക ഭാഷ പണത്തിൻ്റേതാണ്, അല്ലെങ്കിൽ ഭൗതികമായ സമ്മാനങ്ങളുടേതാണ്. അതിനപ്പുറത്തൊന്നും നമുക്ക് സത്യമായിട്ട് അറിഞ്ഞുകൂടാ. മറ്റൊരാളുടെ ജീവിതത്തിൽ, മറ്റൊരാളുടെ ഉള്ളിൽ വെളിച്ചമുണർത്തുന്ന ഒരു ചിന്താശകലം ഈ ദിവസം എനിക്ക് ആർക്കെങ്കിലും ഓതിക്കൊടുക്കുവാൻ ഇടയായി എന്നതിൻ്റെ സന്തോഷം നാം എത്ര പേര് അറിയുന്നുണ്ട്. ആരോടെങ്കിലുമുള്ള ബന്ധത്തിൽ അവൻ്റെ ഉള്ളിലുള്ള നന്മ കുറച്ചുകൂടെ ബലം പ്രാപിക്കത്തക്കവണ്ണം ചില അർത്ഥവത്തായ വാക്കുകൾ ആ വ്യക്തിയോട് പങ്കിടുവാൻ എനിക്കിടയായതിൽ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷം ഞാൻ അനുഭവിക്കുന്നു എന്ന അവസ്ഥയിൽ ആയിത്തീരുവാൻ ഭാഗ്യം ലഭിച്ച എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഒരു വ്യക്തിയോട് 5 മിനിറ്റ് ഒന്നും പറയാതെ മിണ്ടാതിരുന്നാൽ പോലും ആ വ്യക്തിയുടെ ഉള്ളിൽ ഏതോ ഒരു നന്മയുടെ കിരണം ഉണർന്ന് എഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടാകും എന്ന ഒരവസ്ഥയെ പ്രാപിക്കാനായി ദൈവമേ നീ എനിക്ക് ഇടയാക്കിയല്ലോ എന്ന് ആത്മാർത്ഥമായ ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥയിലായിരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ എത്ര പേർ നമ്മുടെ ഇടയിലുണ്ട്. ആ അനുഭവത്തെയാണ് യേശു സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, പക്ഷേ ആ വെളിച്ചത്തെ വേണ്ടതുപോലെ പ്രയോഗിക്കുവാൻ, അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്കിടയാകണം. അതില്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ വെളിച്ചത്തെ തികച്ച് മൂടി വെക്കുന്ന ഒരു പറയുണ്ട്. ആ പറയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഇപ്പോൾ ആകമാനമായി നിർവചിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാവരും പറയന്മാരാണ്. ഒരു സഭയെന്ന് പറഞ്ഞാൽ 200, 300, 400, 500 അല്ലെ 1000 പറകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പറയന്മാരുടെ കൂട്ടമാണ് ക്രിസ്ത്യാനികളുടെ സഭകളെന്ന് സന്തോഷത്തോടെയല്ല ഞാൻ ഈ പറയുന്നത്, ദുഃഖത്തോടെ ഹൃദയം നുറങ്ങി ഞാൻ പറയുകയാണ്. 2 പറകൾ തമ്മിൽ മുട്ടിച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? അതിനപ്പുറത്ത് എന്തെങ്കിലും നാം ഞായറാഴ്ച തോറും പള്ളിയിലൊക്കെ പോകുന്നല്ലോ. വേണ്ട വിശുദ്ധ സംസർഗം മനസ്സിലാക്കണം. വിശുദ്ധ സംസർഗം എന്നാണ് പറയുന്നത്, ഹോളി കമ്മ്യൂണിയൻ. അത് സ്വീകരിപ്പാനായി അൾത്താരയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന 2 ക്രിസ്ത്യാനികൾ പറയന്മാരാണ്. 2 പറകൾ കൂട്ടി വെച്ച് അതിൻ്റെ പുറത്തോട്ട് ഈ ഓസ്തിയും വീഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ അതിനും നമുക്ക് ദിവ്യബലി എന്ന് പറയാം, അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയാം. ഇവർ തമ്മിൽ ഒരു വിധത്തിലുള്ള ആത്മീയമായ ഇൻറ്ററാക്ഷനോ വേണ്ട, മാനുഷികമായ ഇൻറ്ററാക്ഷൻ പോലുമില്ല. ഒരുത്തൻ്റെ ഉള്ളിൽ നിന്നും നന്മ പ്രവഹിക്കുന്നില്ല, വെറും പറ പോലെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ അവസ്ഥ എന്ന ധാരണയിലുമാണ്. ഈ ഒരു ചിന്ത ഇന്ന് എന്നെ നന്നേ അലട്ടിയ അവസ്ഥയിലാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അതുകൊണ്ട് ഈ അവസ്ഥ ഒരു പക്ഷേ നിങ്ങളുടെ അനുഭവത്തിലും അർത്ഥവത്താകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് വ്യക്തിപരമായ ഈ ഒരു അനുഭവം നിങ്ങളുമായി പങ്കിടുന്നതിൽ അപാകതയില്ല എന്ന് ഞാൻ ചിന്തിക്കുവാൻ ഇടയായത്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, യേശുവിൻ്റെ മാനദണ്ഡം കൊണ്ട് എന്നെ തന്നെ അളന്നാൽ ഞാൻ വെറും ഒരു പറയനാണ്. നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആകാതിരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ട്, യേശു പറഞ്ഞില്ലേ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയന്മാരായ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം പ്രകാശിപ്പിക്കത്തക്കവണ്ണമുള്ള വ്യക്തിത്വം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു വഴിയുടെ പേരാണ് ഈ മാനസാന്തരം എന്നുള്ളത്. ഈ മാനസാന്തരമില്ലാതെ നമുക്ക് യഥാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ വ്യക്തിത്വം പ്രാപിപ്പാൻ സാധ്യമല്ല. പ്രാപിക്കുകയല്ല, വെളിച്ചത്തിൻ്റെ വ്യക്തിത്വമായിത്തീരുവാൻ. നമ്മുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, അതുകൊണ്ട് പ്രാപിക്കേണ്ട, വെളിയിൽ നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ മതി. ക്ഷമിക്കണം. അപ്പോൾ എന്നെ അലട്ടിയ ചോദ്യം മറക്കാതിരിക്കേണ്ടതെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞാനൊരു പറയാനാണോ? ക്രിസ്ത്യാനികൾ പറയന്മാരാണോ? സഭകൾ പറകളുടെ കൂമ്പാരമാണോ? അത് പറയുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ്റെ
ക്ഷമിക്കണം, പുസ്തകത്തിൽ പ്രവാചകന് നൽകുന്ന ദർശനം നമുക്ക് ഓർമ്മയുണ്ട്. ഉണങ്ങി വരേണ്ട എല്ലുകൾ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു താഴ്വര, അതാണ് സഭകൾ ഇന്ന്. ചോദ്യം ഉദിക്കുന്നുണ്ട്, എന്താണ്? മനുഷ്യപുത്ര, ഈ എല്ലിൻ കഷ്ണങ്ങൾ, ഉണങ്ങി വരേണ്ട എല്ലിൻ കഷ്ണങ്ങൾ ജീവിക്കുമോ? ഈ ഉണങ്ങി വരേണ്ട അസ്ഥികൾ ജീവിക്കുമോ? ഓരോ സഭകളോടും ഇന്ന് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്: ഈ ഉണങ്ങിയ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? ആ ചോദ്യം ഇന്ന് രാത്രിയിൽ എൻ്റെ മനസാക്ഷിയുടെ വാതിൽ വന്ന് മുട്ടി വിളിച്ചത് ഇപ്രകാരമാണ്: മനുഷ്യ, നീ പറയാനാണോ? നമസ്കാരം.